പണ്ടൊരു കാട്ടിൽ ഒരു കുറുനരി ജീവിച്ചിരുന്നു. ആ കുറുനരിക്ക് എല്ലാത്തിനോടും ഭയമായിരുന്നു. ഒരു ദിവസം അവൻ ആഹാരം അന്വേഷിച്ച് ആ കാട് മുഴുവൻ അലഞ്ഞു. എന്നാൽ ഭീരുവായ കുറുനരിക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല. അവന് വിശപ്പ് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആഹാരം അന്വേഷിച്ച് കാടിന് പുറത്തിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. കാടിന് പുറത്തിറങ്ങിയ കുറുനരി എത്തിച്ചേർന്നതാകട്ടെ ഒരു യുദ്ധഭൂമിയിലായിരുന്നു. അവൻ ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളൊഴിഞ്ഞ കൂടാരങ്ങൾ കണ്ടപ്പോൾ ഈ അടുത്തു തന്നെ അവിടെ യുദ്ധം നടന്നതായി അവന് മനസ്സിലായി. അപ്പോൾ കുറുനരി പറഞ്ഞു, ഇവിടെയെങ്ങും ആരെയും കാണാനില്ല. ആളൊഴിഞ്ഞ ഈ യുദ്ധഭൂമി കാണുമ്പോൾ തോന്നുന്നത് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാകും എന്നാണ്. ഒഴിഞ്ഞ ഈ കൂടാരത്തിനകത്ത് നോക്കിയാൽ ബാക്കി വന്ന എന്തെങ്കിലും ആഹാരം കിട്ടാതിരിക്കില്ല. ഇതും പറഞ്ഞ് അവൻ ആദ്യം കണ്ട ഒരു കൂടാരം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് അവൻ ഒരു ശബ്ദം കേട്ടത്. കുറുനരി ചുറ്റുപാടും നോക്കി. അവിടെയെങ്ങും ആരെയും കാണാനുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ ശബ്ദം അവൻ വീണ്ടും കേട്ടു. ഇത്തവണ മുമ്പത്തെക്കാളും ഉച്ചത്തിലായിരുന്നു ശബ്ദം കേട്ടത്. ഭയന്ന് വിറച്ച കുറുനരി സ്വയം പറഞ്ഞു, ഇവിടെയെങ്ങും ആരെയും കാണാനില്ലല്ലോ. പിന്നെ എവിടെ നിന്നാണ് ഈ അപരിചിത ശബ്ദം? കേട്ടിട്ട് എന്തൊച്ചയാണെന്ന് മനസ്സിലാകുന്നുമില്ല. തുടർന്നും അതേ ശബ്ദം കേട്ട കുറുനരി പറഞ്ഞു, എന്ത് ശബ്ദമാണ് ഈ കേൾക്കുന്നത്? ഇന്ന് ഈ സമയം വരെ ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഭയം മാറ്റിവെച്ച് മുന്നോട്ട് പോയി നോക്കിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇതും പറഞ്ഞ് കുറുനരി ഭയത്തോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ പോയി. അപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. യുദ്ധസമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രമ്മിന്റെ ഒച്ചയായിരുന്നു കുറുനരി കേട്ടുകൊണ്ടിരുന്നത്. ഒരു മരത്തിന്റെ സമീപത്തായി സൈനികർ ഉപേക്ഷിച്ചു പോയ ഒരു വലിയ ഡ്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കാറ്റടിക്കുമ്പോൾ മരത്തിന്റെ ചില്ലകൾ തട്ടുന്ന ശബ്ദമായിരുന്നു അവൻ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറുനരി പറഞ്ഞു, ഞാനെന്തൊരു മണ്ടനാണ്. ഈ ഡ്രമ്മിന്റെ ശബ്ദം കേട്ടാണോ ഞാൻ ഭയന്ന് വിറച്ചത്? അങ്ങനെ ഭയം മാറിയ കുറുനരി എത്രയും വേഗം ഒരു കൂടാരത്തിന്റെ അകത്ത് കയറി നോക്കി. അതിൽ അവന് ദിവസങ്ങളോളം കഴിക്കുവാനുള്ള ആഹാരം ഉണ്ടായിരുന്നു. അവൻ തനിക്ക് മതിയാവോളം ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭയം കാരണം പേടിച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് ഭക്ഷണമൊന്നും കിട്ടാതെ വലഞ്ഞേനെ. ഇതിപ്പോൾ കുറച്ചു ദിവസത്തേക്ക് സുഖമായി കഴിയേണ്ട ആഹാരം ഇവിടെയുണ്ട്. അത് തീരും വരെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം. അപ്പോൾ പിന്നെ അതുവരെയും ആഹാരം തടി അലയുകയും വേണ്ട. അങ്ങനെ തന്റെ ഭയത്തെ അതിജീവിച്ച കുറുനരി വളരെ നാളുകൾ മതിവരുവോളം ഭക്ഷണവും കഴിച്ച് സുഖമായി അവിടെ കഴിഞ്ഞു. ഭീരുവായ കുറുനരി എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ഭയം മാറ്റിവെച്ച് ധീരമായി പ്രതിസന്ധികളെ നേരിടുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളത്.